പാചകവാതക ക്ഷാമം വളരെ രൂക്ഷമായിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം ഹോട്ടലുകളും അടച്ചുപൂട്ടലിന്റെ വക്കിലുമാണ്. എന്നാണ് ഈ ക്ഷാമം അവസാനിക്കുക എന്നുള്ളത് പറയാനാവില്ല. അധികം വൈകാതെ നമ്മുടെ വീടുകളെയും ഈ LPG ക്ഷാമം വലിയ തോതിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷന്റെ കീഴിൽ വരുന്ന മാവൂർ ശ്മശാനത്തിലാണ്, സ്മൃതി പഥത്തിലാണ്. ഇവിടെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ ഏക ഗ്യാസ് ചൂളകൾ പ്രവർത്തിക്കുന്നത്. 4 ചൂളകളാണ് ഗ്യാസിൽ പ്രവർത്തിക്കുന്ന ഇവിടെയുള്ളത്. എന്നാൽ ഇന്നത്തോടുകൂടി ഇവിടെയുള്ള പ്രവർത്തനം ഏറെക്കുറെ പൂർണ്ണമായി അവസാനിപ്പിച്ച മട്ടാണ്. കാരണം LPGയുടെ ലഭ്യതക്കുറവ് തന്നെയാണ് ഇവിടെ ഈ ശ്മശാനത്തിനെയും ബാധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് കൃത്യമായി പറഞ്ഞാൽ 3 ദിവസം മുമ്പ് 8 കുറ്റി ഗ്യാസ് കണക്ഷൻ LPGയുടെ കുറ്റികൾ മാത്രമാണ് ഇവിടെ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് 2 മൃതദേഹങ്ങളും ഇന്നലെ 1 മൃതദേഹവും ദഹിപ്പിച്ചതോടുകൂടി ഇവിടെയുള്ള ഗ്യാസുകൾ ഏറെക്കുറെ പൂർണ്ണമായും തന്നെ LPGയുടെ ഗ്യാസ് കുറ്റികൾ ഏറെക്കുറെ പൂർണ്ണമായി തന്നെ അവസാനിച്ചിരിക്കുകയാണെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എപ്പോഴാണ് ഇനി സിലിണ്ടറുകൾ ലഭ്യമാവുക എന്നുള്ളതും അറിയില്ല. അത്തരം സിലിണ്ടറുകൾ ലഭ്യമാകാതെ ഇനി ഇത്തരത്തിൽ ഗ്യാസിന്റെ ചൂളകൾ പ്രവർത്തിക്കില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ നമുക്ക് നൽകുന്ന വിവരം. ഇവിടെ നിലവിൽ വിറകിന്റെയും അതുപോലെ തന്നെ കറണ്ടിന്റെയും ചൂളകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവയെല്ലാം തന്നെ മെയിൻ്റനൻസ് വകുപ്പിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. അതിനാൽ തന്നെ ആളുകൾ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ടിരുന്നത് ഇത്തരത്തിലുള്ള ഗ്യാസ് ചൂളകളെയായിരുന്നു. അവയാണ് ഇപ്പോൾ ഗ്യാസ് ക്ഷാമം കാരണം, കൃത്യം പറഞ്ഞാൽ LPGയുടെ ക്ഷാമം കാരണം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഇവിടെയുള്ള 4 LPGയുടെ ചൂളകളും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭ്യമാകുന്നത്.